ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പീഡാസഹനവും ക്രിസ്തുവിൻ്റെ മരണവും ക്രിസ്തുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പും വലിയ ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളാണ്. കർത്താവിൻ്റെ ഉയിർപ്പ് അത് വലിയൊരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ച നിമിഷമാണത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ 1 കൊരിന്തോസ് അധ്യായം 15 വചനം, എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. ഒരു വലിയ രഹസ്യത്തിൻ്റെ അനാവരണമാണ് ഇവിടെ വചനത്തിലൂടെ അപ്പോസ്തലൻ നമുക്ക് നൽകുന്നത്. ആദ്യം പറഞ്ഞിരിക്കുകയാണ്, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു. ആരാണ് നിദ്ര പ്രാപിച്ചവരെ? ശരീരത്തിൽ ഉറങ്ങുന്നവർ. നിദ്ര എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരീരത്തിൽ ഉറങ്ങുന്നവർ, അതായത് ശരീരത്തിൽ മരിച്ചവർ, എന്നാൽ ആത്മാവിൽ മരിച്ചിട്ടില്ലാത്തവർ. ഈ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി, അതായത് സകല മരിച്ച ആത്മാക്കളുടെയും ആദ്യ ഫലമായിട്ട് യേശുവാണ് ഉയർത്തെഴുന്നേറ്റത്. എന്താണ് ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു തെങ്ങ് നട്ട് കഴിഞ്ഞാൽ തെങ്ങിൽ നിന്നുണ്ടാകുന്ന ആദ്യത്തെ കായ്, അത് ആദ്യ ഫലം. അല്ലെങ്കിൽ മാവിലുണ്ടാകുന്ന മാങ്ങ ആദ്യ ഫലം. അത് പ്രത്യേകതയുള്ളതാണ്. മരിച്ചവരുടെ ലോകത്തു നിന്നും ആദ്യമായി ഒരുവൻ പുറത്തു വന്നത് യേശുക്രിസ്തുവാണ്. കാരണം ആദത്തിൻ്റെ പാപം മൂലം, ആദം മുതൽ ഇങ്ങോട്ട് ആദത്തിൻ്റെ സന്താന പരമ്പരകൾ ആരും ഒരുവൻ പോലും മരണത്തിൽ നിന്നും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വചനത്തിൽ നമ്മൾ പഠിപ്പിക്കുകയാണ്, സകല മരിച്ചവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു. അടുത്ത വചനം, ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദമെന്നൊരു മനുഷ്യനിലൂടെ പാപം വന്നു, പാപത്തിലൂടെ മരണമുണ്ടായി. മരണം ഉണ്ടായതുപോലെ മറ്റൊരു മനുഷ്യനായ യേശുക്രിസ്തു വഴി പുനരുത്ഥാനമുണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. ആമേൻ, ഹല്ലേലൂയ. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ, ആദത്തിൻ്റെ പാപത്തിൻ്റെ എല്ലാവരും മരിച്ചെങ്കിൽ, എല്ലാവരുടെ മേലും മരണം ആധിപത്യം പുലർത്തിയെങ്കിൽ, യേശുക്രിസ്തുവിലൂടെ എല്ലാവരും പുനർജീവിക്കും. ആമേൻ. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇവിടെ തന്നെ ഈ വചനത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുകയാണ്, എല്ലാവരും രക്ഷ പ്രാപിക്കുമെന്നാണ്. ഹല്ലേലൂയ. കാരണം വചനം ഒരിക്കലും കള്ളം പറയില്ല. വചനം വചനമാണ്, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ. ഒന്നേറ്റ് പറയാമോ? ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. ഹല്ലേലൂയ. ആദത്തിലൂടെ എല്ലാവരും മരിച്ചു. സകലരും ഈ ഭൂമിയിൽ എല്ലാവരും ആദത്തിൻ്റെ പാപം മൂലം എല്ലാവരുടെ മേലും മരണത്തിൻ്റെ ആധിപത്യമുണ്ടായി. എല്ലാവരും മരിച്ചവരായിട്ട് മാറി. എന്നാൽ മറുവശത്ത് യേശുക്രിസ്തുവിലൂടെ എല്ലാവർക്കും പുനർജീവിതം ലഭിക്കുകയാണ്, പുനർജീവൻ ലഭിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് തന്നെ ശ്രദ്ധിക്കാം, ദൈവത്തിൻ്റെ വലിയ കാരുണ്യം. ആരും നഷ്ടപ്പെടരുത്, എല്ലാ ആത്മാക്കളും രക്ഷപ്രാപിക്കണം, എല്ലാ മനുഷ്യരും രക്ഷപ്രാപിക്കണമെന്നുള്ള പിതാവിൻ്റെ നിശ്ചയം. അതുകൊണ്ടാണ് തൻ്റെ സ്വന്തം പുത്രനെ കർത്താവ് ഭൂമിയിലേക്ക് അയച്ചത്. യേശു ലോകത്തിലേക്ക് വന്നത് ഈ ഭൂമി ജീവിക്കാൻ വേണ്ടി വന്നതല്ല. യേശു വന്നത് മരിക്കാൻ വേണ്ടി തന്നെയാണ്. നാം എല്ലാം ജനിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ആയുസ്സിൻ്റെ എത്രത്തോളം പറ്റുമോ അത്രത്തോളം ജീവിക്കണം, ലോകത്തെ അനുഭവിക്കണം. ഇതെല്ലാം മനുഷ്യനും ആഗ്രഹമാണ്. എന്നാൽ യേശു ക്രിസ്തു
ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ യേശുവിനെ അയച്ച പിതാവായ ദൈവത്തിന് അറിയാമായിരുന്നു യേശു നിശ്ചിത സമയത്ത് അതികഠിനമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് മരിക്കുമെന്ന് പിതാവിന് അറിയാമായിരുന്നു. അതുപോലെ തന്നെ പുത്രനായ യേശു ക്രിസ്തുവിനും വ്യക്തമായിട്ട് അറിയാമായിരുന്നു താൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് മനുഷ്യരുടെ കരങ്ങളിൽപ്പെട്ട് അവരിലൂടെ പീഡിപ്പിക്കപ്പെട്ട് അതിനിന്ദയും ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് താൻ വധിക്കപ്പെടുമെന്ന് വ്യക്തമായിട്ട് യേശുക്ക് അറിയാമായിരുന്നു. അപ്പോൾ യേശു കൊണ്ട് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് യേശു മനുഷ്യനായിട്ട് അവതരിക്കുന്നത്. മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നും ഈ പാപങ്ങൾ കൊണ്ട് താൻ ശിക്ഷിക്കപ്പെടുമെന്നെല്ലാം വ്യക്തമായിട്ട് യേശുക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യേശു ക്രിസ്തുവിലൂടെ ഇതാ ആദത്തിൻ്റെ പാപം വഴി വന്ന എല്ലാ പാപങ്ങളെയും അതുവഴി വന്ന മരണത്തിൻ്റെ ആധിപത്യങ്ങളെയും യേശു ക്രിസ്തു ക്രൂശിലൂടെ തകർത്ത് ശത്രുവിൻ്റെ മേൽ, സാത്താൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ, നരകത്തിൻ്റെ മേൽ യേശു വിജയം വരിച്ചാണ് മരണത്തിൽ നിന്നും ആദിഫലമായി യേശു ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അവിടുന്ന് നമുക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ടു. യെശയ്യാ 53:5 തിരുവചനം പറഞ്ഞിരിക്കുന്നു, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിലേറി. ഇത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് നമുക്ക് വേണ്ടി കുരിശിലേറി. അത് പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. യേശു നമ്മുടെ എല്ലാ പാപങ്ങളെയും സ്വന്തം ശരീരത്തിൽ വഹിച്ചു. യേശുവിന് മേൽ പിതാവായ ദൈവം പാപങ്ങളെ ചുമത്തി ആ പാപത്തിന് ശിക്ഷ വിധിച്ചു. റോമാലേഖനം 8:3 വായിക്കുകയാണ്, പാപങ്ങൾ യേശുവിന് മേൽ ചുമത്തി പിതാവായ ദൈവം പാപത്തിന് ശിക്ഷ വിധിക്കുന്നു. യേശു ശിക്ഷിക്കപ്പെടുകയാണ്. യേശുവിന് മേൽ ചുമത്തപ്പെട്ട പാപത്തിൻ്റെ സകല ശക്തിയും നശിക്കുവോളം യേശു പീഡ സഹിക്കേണ്ടി വന്നു. നിസ്സാരമായ ഒരു പീഡയായിരുന്നു യേശുക്ക് ലഭിച്ചത്. യേശുവിൽ ചുമത്തപ്പെട്ട അവസാന പാപത്തിൻ്റെയും അവസാന ശക്തിയും നശിക്കുവോളം യേശുവിന് വേദന സഹിക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, കർത്താവായ ഈശോ കുരിശിൽ സഹിച്ച വേദന, തൻ്റെ ശരീരത്തിൽ സഹിച്ച വേദന, ആ വേദനയാണ് യേശുവിന്മേൽ ചുമത്തപ്പെട്ട ലോകത്തിലെ മനുഷ്യൻ്റെ പാപത്തെ നശിപ്പിച്ചത്. കാരണം പാപം എന്നുള്ളത് പിശാചിൻ്റെ ശക്തിയാണ്, സാത്താൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ സാത്താൻ്റെ ശക്തിയായ പാപത്തെ ഈ ലോകത്തിലെ മനുഷ്യരിൽ നിന്നും എടുത്തു മാറ്റുവാൻ വേറൊരു സംവിധാനം ലോകത്തിലില്ല. ഒരു മനുഷ്യനെ കൊണ്ടും ആ പാപത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ എന്തെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങൾ നടത്തിയാലും, അവൻ എത്ര അധികമായി തന്നെ പീഡിപ്പിച്ചാലും അവൻ്റെ ഒരു പാപത്തിനും പരിഹാരം ലഭിക്കുന്നില്ല. അത് മനസ്സിലാക്കണം. മനുഷ്യർ തങ്ങളെ തന്നെ പീഡിപ്പിക്കുന്നു. പലരുമുണ്ട് രക്ഷ പ്രാപിക്കാൻ വേണ്ടി, ദൈവത്തെ കിട്ടാൻ വേണ്ടി അവർ തങ്ങളെ തന്നെ അതികഠിനമായി പീഡിപ്പിക്കുകയാണ്. ശരീരത്തിലെ ചമ്മട്ടി കൊണ്ട് അടിയിക്കുന്നു, ശരീരം കീറി മുറിയിക്കുന്നു, ശരീരം പല രീതിയിൽ ശരീരത്തെ പീഡിപ്പിക്കുമ്പോൾ ഈ പീഡകളൊന്നും അവരുടെ പാപങ്ങൾ പരിഹരിക്കാൻ മതിയായവയല്ല. കാരണം പാപം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബലഹീനതയല്ല, അത് പിശാചിൻ്റെ ശക്തിയാണ്. ഇപ്പോൾ പിശാചിൻ്റെ സ്വാധീനത്തിൽ ഒരുവൻ പാപം ചെയ്തപ്പോൾ പിശാചിൻ്റെ സ്വാധീനം ആ വ്യക്തിയുടെ മേൽ ഉള്ളതുകൊണ്ട് ആ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ ദൈവത്തെ കൊണ്ട് മാത്രമേ പറ്റൂ. അപ്പോൾ മനുഷ്യന് അവൻ്റെ പാപം ക്ഷമിച്ചു കൊടുക്കുവാൻ വേണ്ടി മറ്റൊരു സംവിധാനമില്ലാത്തത് കൊണ്ട്, പിശാചിൻ്റെ ശക്തിയായ പാപത്തെ നശിപ്പിക്കുവാൻ മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് ഭൂമിയിൽ വന്ന് 30 വർഷക്കാലം ഭൂമിയിൽ രഹസ്യമായിട്ട് ജീവിച്ച് 3 വർഷക്കാലം പരസ്യമായി ജീവിച്ച് തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഒടുവിൽ യേശുവിനെ മേൽ സ്വർഗത്തിലെ ദൈവം എല്ലാ പാപങ്ങളും ചുമത്തിക്കൊണ്ട് ആ പാപത്തിന് ശിക്ഷ വിധിച്ചു. അങ്ങനെ യേശുവിന്മേൽ ചുമത്തപ്പെട്ട പാപത്തെ ദൈവം ശിക്ഷിച്ചപ്പോൾ യേശു സഹിച്ച വേദനകളിലൂടെ തൻ്റെ മേൽ ചുമത്തപ്പെട്ട പാപത്തിൻ്റെ ശക്തികളെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ആ വേദനകളാണ് പാപത്തെ നശിപ്പിച്ചത്, സാധാരണ ശക്തിയെ നശിപ്പിച്ചത്. അങ്ങനെ പാപത്തിൻ്റെ എല്ലാ ശക്തികളെയും നശിപ്പിച്ചിട്ടാണ് കർത്താവ് കുരിശിൽ മരിക്കുന്നത്. യേശുവിൻ്റെ ശരീരം കുരിശുമേൽ ആണികളാൽ തറയ്ക്കപ്പെട്ടത് ഒരു വലിയൊരു ബന്ധനമായിരുന്നു. അത് ദൈവം അനുവദിക്കുകയാണ്. കാരണം
ഈ ശിക്ഷാവിധിയിൽ പ്രത്യേകതയുണ്ട്. കുറ്റവാളിയുടെ 2 കൈകളും 2 കാലുകളും ആണികളാൽ തറയ്ക്കപ്പെടും, ബന്ധിക്കപ്പെടും. യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തപ്പെട്ട പാപത്തെ നശിപ്പിച്ച് കളയുവാൻ യേശു വേദന സഹിച്ചുവെങ്കിൽ ആ പാപത്തെയും പാപത്തിന് പിന്നിൽ നിൽക്കുന്ന സാത്താനെയും എന്നേക്കുമായി ബന്ധിക്കുവാൻ ദൈവം ഈ സംവിധാനത്തെ അനുവദിക്കുകയാണ്. തൻ്റെ പുത്രനെ ക്രൂശിൽ ആണികളാൽ തറയ്ക്കപ്പെടാൻ വിട്ടുകൊടുത്തപ്പോൾ അതിലൂടെ യേശുവിൻ്റെ ശരീരം, യേശുവിന്മേൽ ചുമത്തപ്പെട്ട ശരീരം ക്രൂശിൽ ആണികളാൽ ബന്ധിക്കപ്പെട്ടപ്പോൾ അവിടെ ബന്ധനസ്ഥനായി തീർന്നത് സാത്താനാണ്. അവൻ്റെ എല്ലാ ശക്തികളും ബന്ധിക്കപ്പെട്ടു. അവൻ നിസ്സഹനായിട്ട് മാറിയ ആ പിശാചിനെ യേശു ബന്ധനസ്ഥനാക്കി നമുക്ക് പറയാം. അവൻ ബന്ധിക്കപ്പെട്ടു. അങ്ങനെ സാത്താൻ ബന്ധിക്കപ്പെട്ടപ്പോൾ കർത്താവായ ഈശോ ക്രൂശിൽ മരിച്ച് ആ നിമിഷം തന്നെ യേശുവിൻ്റെ ആത്മാവ് യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും വേർപെട്ട്, ശരീരം മാത്രം കുരിശുമേലായി, ആത്മാവ് യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും വേർപെട്ട് ഇതാ യേശുവിൻ്റെ ആത്മാവിൽ ഇറങ്ങിച്ചെല്ലുകയാണ്. മരണമെന്ന അവസ്ഥയിലേക്ക്, മനുഷ്യരുടെ ഇടയിലേക്ക്, നരകത്തിലേക്ക് യേശു ഇറങ്ങിച്ചെല്ലുകയാണ്. സാത്താന്റെ രാജ്യമായ നരകത്തിലേക്ക് യേശു ഇറങ്ങിച്ചെല്ലുന്നത്. നാം ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണത്തിൽ ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ പറയും, ഹി ഡിസെൻഡഡ് ഇൻ ടു ഹെൽ. അതിൻ്റെ മലയാളം പരിഭാഷ വരുന്നത് അവൻ നരകത്തിലേക്ക് ഇറങ്ങിയെന്നാണ്. പക്ഷെ അത് മലയാളത്തിൽ നമ്മൾ പറയുന്നത് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങിയെന്നാണ്. എന്താണ് പാതാളം? എവിടെയാണ് പാതാളം? അതിനെക്കുറിച്ച് ആർക്കും യാതൊരു അറിവുമില്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആർട്ടിക്കിൾ 5 വകുപ്പ് 5 നിങ്ങൾ എടുത്ത് വായിക്കുക. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആർട്ടിക്കിൾ 5 നമ്മൾ വായിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. ഹി ഡിസെൻഡഡ് ഇൻ ടു ഹെൽ. അവൻ നരകത്തിൽ ഇറങ്ങി. അവിടെ സഭയുടെ പഠനം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, യേശു ഇറങ്ങിയ മൃതരുടെ ഇടം, മൃതരുടെ ലോകം, അതിനെ ഹിബ്രു ഭാഷയിൽ ഷിയോൾ എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹേദസ് എന്നും അറിയപ്പെടുന്നു. ഗ്രീക്ക് ഭാഷയിൽ ഹേദസ് എന്നും ഹിബ്രു ഭാഷയിൽ ഷിയോൾ എന്നും അറിയപ്പെടുന്നു. അത് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഹെൽ എന്നാണ്. ഓരോ ഭാഷയിലും അതിന് ഓരോ രീതിയിലാണ് അറിയപ്പെടുക. ഓരോ ഭാഷയും വ്യത്യാസമുള്ളത് കൊണ്ട് അത് മലയാള ഭാഷയിൽ അത് പാതാളം എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ ബൈബിളിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ബൈബിളിലാണെങ്കിൽ പല ഇടങ്ങളിലും പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അബീസ്, ഷിയോൾ, ഹെയ്ഡ്സ്, എമോങ് ദ ഡെഡ്, അണ്ടർ ദി എർത്ത്, ഭൂമിക്കടിയിൽ, മനുഷ്യരിടയിൽ, ഇങ്ങനെയൊക്കെ പല പദങ്ങൾ അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് പല രീതിയിലുള്ള സംശയങ്ങൾക്കിത് കാരണമായിട്ടുണ്ട്. വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം, ഇതെല്ലാം പല ഭാഷകളിൽ പല മനുഷ്യരുടെ വ്യാഖ്യാനത്തിലൂടെ വന്നിട്ടുള്ള ഉത്തരങ്ങളാണതെല്ലാം. എന്നാൽ യേശു ഇറങ്ങിയ ഇടമെന്ന് പറയുന്നത് പാതാളമെന്ന നരകമാണ്. അത് സാത്താൻ്റെ രാജ്യമാണ്. അത് പിശാചിൻ്റെ രാജ്യമാണ് നരകമെന്ന് പറയുക. ആ നരകത്തിലേക്കാണ് യേശു ഇറങ്ങി വന്നത്. ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ വസ്തുതയിൽ യേശുവിൻ്റെ കുരിശുമരണത്തിൽ ഏറ്റവും മഹത്വമേറിയ സംഭവം അതാണ്. യേശു നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് രക്ഷയുടെ സന്ദേശം പ്രഘോഷിച്ച് രക്ഷ കവാടം തുറന്നു കൊടുത്ത് മരിച്ചവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു നരകത്തിൻ്റെ ആധിപത്യങ്ങളെ തകർത്ത്, നരകത്തിൻ്റെ ഭരണത്തെ തകർത്ത്, സാത്താൻ്റെ ആധിപത്യങ്ങളെ തകർത്ത് എല്ലാ മരിച്ചവർക്കും രക്ഷയുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മരണത്തിൻ്റെ അധികാരിയായി, നരകത്തിൻ്റെ അധികാരിയായി യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും
ആദ്യഫലമായി പുറത്തു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തുവിൻ്റെ മരണത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയാം. വെളിപാട് പുസ്തകം 1:18 ഉത്ഥിതനായ കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, ഇതാ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലാണ്. ആമേൻ, ഹല്ലേലൂയ. ഇതാ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോല് എൻ്റെ കയ്യിലാണ്. എന്താണ് താക്കോല്? അത് ഒരു തുറക്കാനുള്ള ആയുധമാണ്. ഒരു കൂട്ടപ്പെട്ടൊരിടം തുറക്കുന്നതും അല്ലെങ്കിൽ തുറന്നു കിടക്കുന്നത് പൂട്ടുന്നതും താക്കോല് കൊണ്ടാണ്. അധികാരമാണത്. ക്രിസ്തുവിൻ്റെ കുരിശുമരണം വരെയും ഈ അധികാരം കൈയാളിയിരുന്നത് സാത്താനാണ്. മരണത്തിൻ്റെ അധികാരി സാത്താനായിരുന്നു. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 15 മുതൽ 18 നമ്മൾ വായിക്കുന്നു, അത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് ജീവിതകാലം മുഴുവൻ മരണഭയത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അത് മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ചു. നോക്കണമേ, വളരെ വ്യക്തമായിട്ട് വലിയ രഹസ്യം ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ യേശു നശിപ്പിച്ചു. അവൻ്റെ അധികാരത്തെ യേശു നശിപ്പിച്ചു. അപ്പോൾ മരണത്തിൻ്റെ അധികാരി സാത്താനായിരുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ മേലും മരണമെന്ന അവസ്ഥയുടെ മേലും അധികാരമുള്ളവൻ പിശാചായിരുന്നു. അവൻ തീരുമാനിക്കുകയാണ്, ഇവൻ ഇന്ന നിമിഷം മരിക്കാൻ തീരുമാനിച്ചാൽ അവൻ മരിച്ചിരിക്കും. ക്രിസ്തുവിൻ്റെ കാലം വരെ അതായിരുന്നു അവസ്ഥ. ആരുടെ മേലും ദൈവത്തിൻ്റെ ആധിപത്യമില്ല. സാധാരണ മനുഷ്യരുടെ മേൽ ദൈവത്തിൻ്റെ പ്രവാചകരും ദൈവത്തിൻ്റെ വിളിക്കപ്പെട്ടതുമായ ഒരൊഴിയെ ബാക്കി സകലരുടെയും മേൽ അധികാരം പിശാചനായിരുന്നു. അതുകൊണ്ട് ആ നാളുകളിലെല്ലാം വലിയ രീതിയിൽ ആളുകൾ അതിക്രമികളായി, കൊലപാതകികളായി, ആരെയും കൊല്ലുന്ന കൊലപാതകങ്ങൾ, അനേകം യുദ്ധങ്ങൾ നമ്മൾ വല്ല വായിക്കുന്നുണ്ട്. ഇതുമാത്രം യുദ്ധങ്ങൾ, ഇതുമാത്രം രക്തപ്പുഴ ഒഴുകിയിട്ടുണ്ട് പഴയ കാലങ്ങളിൽ. ബൈബിളെടുത്താൽ നമുക്ക് അതേ കാണാൻ സാധിക്കത്തുള്ളൂ. യുദ്ധങ്ങൾ ഇസ്രായേൽ ജനം മുഴുവൻ ഇഷ്ടംപോലെ യുദ്ധം ചെയ്തവരാണ്. ദാവീദ് ഉൾപ്പെടെയുള്ളവരെല്ലാം അനേകം രക്തപ്പുഴയാണ് ഒഴുകിയിട്ടുണ്ട്. ഇസ്രായേലും ചുറ്റപ്പെട്ട പ്രദേശങ്ങളെല്ലാം, ലോകത്തിൻ്റെ നാനായിടങ്ങളിലും, ഇസ്രായേലിൽ മാത്രമല്ല മറ്റെല്ലാ രാജ്യങ്ങളിലും തന്നെ ഇത് സംഭവിക്കുമായിരുന്നു. രാജാക്കന്മാരുടെ ഭരണങ്ങളിൽ മറ്റുള്ളവരുമായുള്ള പോരാട്ടങ്ങൾ അന്ന് സാധാരണ വെടിയും തോക്കുമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ വാളും കുന്തവും കത്തിയും മഴവും കൊടാലിയൊക്കെ ഉപയോഗിച്ച് മനുഷ്യൻ അതിക്രൂരമായ രീതിയിൽ മനുഷ്യരെ വെട്ടിക്കൊല്ലുമായിരുന്നു. അങ്ങനെ കൊലപാതകം എന്നുള്ള വലിയൊരു ആധിപത്യം ലോകത്തിൽ ഉണ്ടായിരുന്നു. മരണത്തിൻ്റെ ആധിപത്യം നശിപ്പിക്കുന്ന പിശാച്. യേശു പഠിപ്പിക്കുന്നില്ല യോഹന്നാൻ 10:10 കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കാനുമാണ്. പിശാച് എന്ന കള്ളൻ മനുഷ്യനെ പാപത്തിലൂടെ മോഷ്ടിച്ച് അവനെ കൊന്ന ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് അവനെ മുറിച്ചു മാറ്റി അവനെ നശിപ്പിക്കുകയാണ്. ഇതാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൊലപാതകിയായ പിശാചിൻ്റെ മരണത്തെയാണ് യേശു ക്രൂശിലൂടെ തകർത്ത് മരണത്തിൻ്റെ അധികാരത്തെ യേശു നശിപ്പിച്ചു. അതുകൊണ്ട് യേശു പറയാണ്, ഇതാ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും അധികാരി ഞാനാണ്. പ്രിയമുള്ളവരെ, അതിൻ്റെ അർത്ഥം ഇതാണ്, മരിച്ചവൻ്റെയും മരണത്തിൻ്റെയും നരകത്തിൻ്റെ മേൽ അധികാരം യേശു ക്രിസ്തുവിനായതുകൊണ്ട് ഒരുവൻ്റെ മരണം, മരിക്കാറായി കിടക്കുന്നവനെ പ്രാർത്ഥനയിലൂടെ ആ മരണത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കാരണം യേശു മരണത്തിന് അധികാരി ആയതുകൊണ്ട്. എത്രയോ ആളുകൾ അങ്ങനെ സംഭവിക്കുന്നു. പെട്ടെന്നുണ്ടായൊരു രോഗം, അപകടം, ഡോക്ടർമാർ പറയും നിവൃത്തിയില്ല, അവർ കൈകഴുകും പലപ്പോഴും, ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടില്ല, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പക്ഷെ അവിടെ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയാൽ അവർ ജീവനിലേക്ക് തിരിച്ചു വരുന്നു. ഹല്ലേലൂയ. ഇഷ്ടംപോലെ ലോകത്തിൽ സംഭവിക്കുക. കാരണം യേശു ക്രിസ്തു മരണത്തിൻ്റെ അധികാരി ആയതുകൊണ്ട് എല്ലാ മരണത്തിൻ്റെ മേൽ നമുക്ക് അധികാരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആർക്കും അധികാരമുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത്തെ തലമാണ് മരിച്ചവൻ്റെ മേലുള്ള അധികാരം. ആ അധികാരം സാത്താനായിരുന്നു. ആദം മുതൽ ഇങ്ങോട്ട് ഈ ഭൂമിയിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയ കോടാനുകോടി ആത്മാക്കളുടെ മേൽ അധികാരി പിശാചായിരുന്നു. അവർ സാത്താൻ്റെ അടിമകളായിട്ട് മാറി. നരകത്തിലായിരുന്നു അവരെല്ലാം.
നരകാഗ്നിയാൽ അവരെല്ലാം പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലായിരുന്നു ആദത്തിൻ്റെ കാലം മുതലിങ്ങോട്ട്. അപ്പോൾ അത് മരണത്തിൻ്റെ അധികാരം, ആധിപത്യമാണ്. മരണത്തിൻ്റെ ഈ ആധിപത്യം നിലനിന്നതുകൊണ്ടാണ് ഞാൻ തിരുവചനത്തിൽ വായിക്കുന്നു, ലൂക്കായുടെ സുവിശേഷം അധ്യായം 16 19 വരെ നമ്മൾ വായിക്കുന്നത്, യേശു ഒരു ഉപമ പഠിപ്പിക്കുകയാണ്, ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. ആ ഉപമയിൽ യേശു പറയുകയാണ്, ഒരു ധനവാനുണ്ടായിരുന്നു. ആ ധനവാൻ അവൻ സുഖമായിട്ട് ജീവിച്ചവനാണ്. ചുവന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്ന് സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ വീണതുകൊണ്ട് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. അപ്പോൾ ധനവാൻ ഒരു സുഭിക്ഷമായി ജീവിച്ചവനാണ്. അവൻ എന്തെങ്കിലും പാപം ചെയ്തതായിട്ട് പറയുന്നില്ല. അവൻ സുഭിക്ഷമായി ജീവിച്ചവനാണ്. അവന് സുഖമായി സമ്പന്നനായിരുന്നു. അവൻ്റെ വീടിൻ്റെ പടിവാതിൽക്കൽ ഒരു ദരിദ്രനുണ്ടായിരുന്നു. അവൻ്റെ പേര് ലാസർ എന്നാണ്. അവൻ ശരീരമാസകലം വ്രണങ്ങളായിരുന്നു. അപ്പോൾ ഈ ലാസറിനെ നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ധനവാന്റെ മേശയിൽ നിന്നും വീഴുന്നത് കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. ധനവാന്റെ മേശ, ധനവാന്റെ വീട്ടിൽ നിന്നും കിട്ടുന്നത് കൊണ്ട് അവൻ വിശപ്പടക്കാൻ ആഗ്രഹിച്ച് കിടക്കുകയാണ് അവിടെ. ധനവാൻ അതിട്ട് എതിർത്തുമില്ല. ധനവാന്റെ വീടിൻ്റെ പടിവാതിൽക്കലാണ് കിടക്കുന്നത്. അവൻ ഓടിച്ചു വിട്ടില്ല, കരുണ കാണിച്ചു. തൻ്റെ മേശപ്പുറത്ത് തൻ്റെ വിരുന്നിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് അവിടെ കൊടുക്കാൻ ധനവാൻ തയ്യാറായി. കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് കിട്ടിയത് കൊണ്ടാണ് അവനോട് കിടന്നത്, ഈ ദരിദ്രൻ കിടക്കുന്നത്. പക്ഷേ ധനവാൻ മരിച്ചു. 22-ാമത്തെ വചനം, ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംഭവിച്ചു. ആ ധനികനും മരിച്ചടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അപ്പോൾ ധനവാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ധനവാന്റെ ആത്മാവ് ചെല്ലുന്ന നരകത്തിലേക്കാണ്. എന്നാൽ ദരിദ്രൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ദരിദ്രനെ ദൈവദൂതന്മാർ സംഭവിച്ച് അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ശ്രദ്ധിക്കണമേ, ധനവാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ധനവാന്റെ ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത്? നരകത്തിലേക്കാണ്, നരകാഗ്നിയിലേക്ക് പോവുകയാണ്. എന്നാൽ ദരിദ്രനായ ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ ലാസറിൻ്റെ ആത്മാവിനെ ദൈവദൂതന്മാർ സംഭവിച്ച് അബ്രാഹത്തിൻ്റെ മടിയിൽ കൊണ്ടുപോവുകയാണ്. നമ്മൾ ബൈബിളിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇത് വായിക്കുക, അബ്രാഹത്തിൻ്റെ മടി. എന്താണ് ഈ അബ്രാഹത്തിൻ്റെ മടി എന്ന് പറയുക? ആദത്തിൻ്റെ പാപം മൂലം അടയ്ക്കപ്പെട്ടു പോയ പർദീസ എന്ന സ്വർഗരാജ്യം, അവിടെ പ്രവേശിക്കാൻ ഭൂമിയിൽ ആർക്കും സാധിക്കുമായില്ല. കാരണം ആ പർദീസ അടയ്ക്കപ്പെട്ടു പോയിരുന്നു. ആ പർദീസയിലേക്കാണ് വിശുദ്ധരായ ആത്മാക്കളെ ദൈവം ചേർക്കേണ്ടിയിരുന്നത്. അതാണ് സ്വർഗരാജ്യം, അല്ലെ രണ്ടാം സ്വർഗം എന്ന് പറയുന്നത്. എന്നാൽ ആദത്തിൻ്റെ പാപം മൂലം അത് അടയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ നിന്നും വേർപെട്ടു പോകുന്ന വിശുദ്ധരായ ആത്മാക്കളെ ദൈവം സ്വീകരിച്ചത് അബ്രാഹത്തിൻ്റെ മടി എന്ന ഒരു താൽക്കാലിക സംവിധാനത്തിലാണ്. സ്വർഗമല്ലത്, പക്ഷേ അവിടെ സമാധാനവും ആനന്ദവും ഉള്ളൊരിടമായിരുന്നു. അവിടെ ഈ ലാസർ അവിടെ ആനന്ദിക്കുന്നതെന്നാണ് അബ്രാഹം പറയുന്നുണ്ട്. അവിടെ ഒത്തിരി സമാധാനവും ആനന്ദമുള്ള ഇടമാണ്. എന്നാൽ സ്വർഗമല്ല. അത് യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് ശേഷം ആ അബ്രാഹത്തിൻ്റെ മടി പിൻവലിക്കപ്പെട്ടു. പിന്നെ ആ അവസ്ഥയില്ല. അപ്പോൾ വിശുദ്ധരായ ആത്മാക്കളെ ദൈവം സ്വീകരിച്ചതാണ് അബ്രാഹത്തിൻ്റെ മടി. ഇനി മറ്റൊരു അവസ്ഥയെന്ന് പറയുന്നത് നരകമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ധനവാൻ ഒരു പാവവും ചെയ്തതായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും ധനവാൻ ചെന്നുപെട്ടത് നരകത്തിലാണ്. എന്തുകൊണ്ടാണ് ലാസർ എന്ന ദരിദ്രൻ അവന് സ്വർഗത്തിൽ പോകാനായിട്ട് സാധിച്ചത്? അവനൊത്തിരി സഹിച്ചവനാണ് തൻ്റെ ജീവിതത്തിൽ. അതിന് കാരണം നമുക്ക് പറയാൻ പറ്റുന്ന ഇതാണ്. വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 4-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. 1 പത്രോസ് 4:1. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം
നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരം. ഈ ലാസർ എന്ന ദരിദ്രൻ ശരീരത്തിൽ ഒത്തിരിയേറെ സഹിച്ചു. കാരണം അവനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ ശരീരം മുഴുവൻ വ്രണങ്ങളായിരുന്നു. അവനെ ആരും ശുശ്രൂഷിക്കാൻ ഉണ്ടായിരുന്നില്ല. മരുന്ന് വെച്ച് കെട്ടാനോ അവനെ പരിചരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മറിച്ച് നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. അതായിരുന്നു അവൻ്റെ ഏക ആശ്വാസം ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ അതികഠിനമായി ശരീരത്തെ സഹിച്ചിട്ടുണ്ട്, വേദന സഹിച്ചവനാണ്. അപ്പോൾ അവൻ്റെ ഈ ശരീരത്തിലെ സഹനം അവൻ്റെ ശുദ്ധീകരണത്തിന്, അവൻ്റെ പാപമോചനത്തിന് കാരണമായി ദൈവം സ്വീകരിച്ചു. ഹല്ലേലൂയ. അതാണ് പത്രോസ് പറയുന്നത്, ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ലാസറിൻ്റെ ആത്മാവിന് അബ്രാഹത്തിൻ്റെ മടിയിൽ പ്രവേശിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചത്. ഹല്ലേലൂയ. എന്നാൽ ധനവാനാകട്ടെ നരകാഗ്നിയിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. ഈ ധനവാൻ്റെ ലാസറ് ഊമയാണ്, പാരബിളാണ്. ഇതിലൂടെ വാസ്തവത്തിൽ കർത്താവ് ഇത് വെറും ഒരു കഥ ഈശോ പറയുകയല്ല, മറിച്ച് തൻ്റെ ജീവിതത്തെ, തൻ്റെ സമയം വരെയും, താൻ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ പോകുന്ന ദൈവപദ്ധതിയുടെ സമയം വരെയും മരിച്ചവൻ്റെ അവസ്ഥ എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ് കർത്താവ് ചെയ്തത്. ഇത് വലിയൊരു വെളിപ്പെടുത്തലാണിത്. ഇത് വലിയൊരു പഠനമാണ്, ഒരു റെവലേഷനാണിത്. ഇത് വെറുതെ ഒരു കഥ പറയുകയല്ലത്. അനേകം ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഇതൊരു കഥയല്ല. മനസ്സിലാക്കണം, ഈ ഉപമയിലൂടെ ദൈവം വലിയ നിധികൾ നമുക്ക് നൽകുകയാണ്. നിധിശേഖരം അവിടുന്ന് തുറന്നു തരികയാണ്. മരിച്ചവരുടെ ലോകത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പകർന്നു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അത് ശ്രദ്ധയോടെ നിങ്ങൾ ശ്രവിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ധനവാനിത അവൻ നരകത്തിലാണ് കിടക്കുന്നത്. നമുക്ക് ആ ധനവാനെക്കുറിച്ച് കേൾക്കാം. അവൻ നരകത്തിൽ കിടക്കുന്ന സമയത്ത് 23-ാമത്തെ വചനം, അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അപ്പോൾ നരകത്തിൽ അവൻ പീഡിപ്പിക്കപ്പെടുകയാണ്. അപ്രകാരം പീഡിപ്പിക്കപ്പെടുമ്പോൾ, പീഡ സഹിക്കുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ നരകത്തിൽ കിടന്ന ധനവാൻ വേദന സഹിക്കുമ്പോൾ, പീഡ സഹിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഉയർത്തി അവൻ നോക്കുമ്പോൾ അവൻ കാണുന്നത് എന്താണ്? അബ്രാഹത്തിൻ്റെ മടിയിൽ ലാസറിനെ അവൻ കാണുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയാണ്, ആ നരകത്തിൽ കിടക്കുന്ന ആത്മാവ് വേദന സഹിക്കുന്നുണ്ട്, അവന് കണ്ണുകളുണ്ട്, അത് കാണുന്നുണ്ട്. അടുത്ത പറഞ്ഞ് ശ്രദ്ധിച്ച്, അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. ഹല്ലേലൂയ. അവൻ വിളിച്ചു പറയുകയാണ്, ഞാൻ ഈ തീജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുകയാണ്, വേദന അനുഭവിക്കുകയാണ്. എന്നിട്ട് അവൻ വിളിച്ചു പറയുകയാണ്, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. അവൻ ദയനീയമായിട്ട് നിലവിളിക്കുകയാണ്. അവൻ അബ്രാഹത്തെ തിരിച്ചറിഞ്ഞ് പറയാണ്, പിതാവായ അബ്രാഹമേ. അവൻ അബ്രാഹത്തെ കണ്ടിട്ടുള്ളവനല്ല. അബ്രാഹാം എത്രയോ നൂറ്റാണ്ട് മുമ്പ് മരിച്ചു പോയവനാണ്. പക്ഷെ ധനവാൻ അബ്രാഹത്തെ തിരിച്ചറിഞ്ഞു, വിളിച്ചു പറയാണ്, പിതാവായ അബ്രാഹമേ, എന്നോട് കരുണ തോന്നണമേ. എന്തിനാണ്? തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. വേദന സഹിക്കാനാവാതെ അവൻ സംസാരിക്കാൻ പറ്റുന്നു, അവൻ നിലവിളിക്കുന്നു, സഹായത്തിന് വേണ്ടി ചോദിക്കുന്നു. അവിടെ കിടക്കുന്നത് ആരാണ്? ധനവാന്റെ ആത്മാവാണ്, ശരീരമല്ല. ശരീരത്തിനാണ് നാവുള്ളത്, ശരീരത്തിനാണ് കണ്ണുകളുള്ളത്, ശരീരത്തിനാണ് ചലനശേഷിയുള്ളത്, സ്പർശശേഷി ഉള്ളത് എന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ, വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈശോ പഠിപ്പിക്കുകയാണ്, ഒരാത്മാവിനെ കാണുവാനും കേൾക്കുവാനും സംസാരിക്കാനും പീഡ അനുഭവിച്ചറിയുവാനും സാധിക്കുന്നു അവൻ്റെ ആത്മാവിന്. എന്തുകൊണ്ടാണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 63-ലെ വചനം ഈശോ പഠിപ്പിക്കുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഹല്ലേലൂയ. ആത്മാവാണ് ജീവൻ നൽകുന്നത്,
ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. വാസ്തവത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ പരിപാലിക്കുന്ന നമ്മുടെ ശരീരം, ഈശോ പറയുകയാണ് ഈ ശരീരം ഒന്നിനും ഉപകരിക്കാത്തതാണ്. ഇന്ന് ശരീരത്തിൽ പ്രകടമാകുന്ന എല്ലാ ശക്തികളും, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം, ബുദ്ധിശക്തി, ചിന്ത, നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, ആലോചനകൾ, ഇതെല്ലാം ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കാരണം മനുഷ്യ ശരീരത്തിലുള്ള ദൈവത്തിൻ്റെ ജീവനായ, ദൈവത്തിൻ്റെ ദാനമായ ആത്മാവ് മൂലമാണ്. അത് പരിശുദ്ധാത്മാവല്ല. ഓരോ മനുഷ്യരിലും സ്വന്തമായുള്ള ഒരു ആത്മാവുണ്ട്. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ അവന് ജീവൻ കൊടുത്ത ജീവശ്വാസം, ആദത്തിലേക്ക് ദൈവം പകർന്നു കൊടുത്ത ജീവശ്വാസം ആദത്തിൻ്റെ സന്താന പരമ്പരകളിലൂടെ എല്ലാ തലമുറകളിലേക്കും ആ ജീവശ്വാസം ഇന്ന് പകർന്നുകൊണ്ടാണ് ഇരിക്കുക. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മാതൃഗർഭത്തിൽ ആ ജീവശ്വാസം കടന്നു വരുന്നു. പുരുഷ ബീജത്തിലൂടെ ജീവൻ പ്രവേശിച്ച് ജീവൻ കൊടുക്കുകയാണ് ഈ ജീവശ്വാസം. അപ്പോൾ എല്ലാ മനുഷ്യരിലും ഒരു ആത്മാവുണ്ട്. അവൻ ശരീരം വളർന്നതോടൊപ്പം ആത്മാവും വളരുന്നുണ്ട്. അപ്പോൾ ഈ ആത്മാവാണ് ഒരുവന് ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള കഴിവ് കൊടുക്കുന്നത്. കാണാനും കേൾക്കാനും ചിന്തിക്കാനും സംസാരിക്കാനും എല്ലാമുള്ള കഴിവുകൾ ആത്മാവുള്ളത് കൊണ്ടാണ്. എന്നാൽ ആത്മാവ് ഒരുവന് ശരീരത്തിൽ നിന്നും വേർപിരിയുമ്പോൾ, മരണമെന്ന അവസ്ഥയിലൂടെ ആത്മാവ് വേർപെട്ടു പോകുമ്പോൾ ശരീരം നിശ്ചലമാകുന്നു, ശരീരം മരിച്ചു പോകുന്നു, അത് ശവശരീരമായിട്ട് മാറുകയാണ്. പിന്നെ ആ ശരീരത്തിന് യാതൊന്നുമില്ല, യാതൊരു ചലിക്കാൻ പറ്റില്ല. കാരണം ആ ശരീരത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ആ ശരീരത്തിന് ജീവൻ കൊടുത്തിരുന്ന ആത്മാവ് ശരീരത്തോട് വിടവാങ്ങി മാറിപ്പോയി. എന്നാൽ ആത്മാവിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആത്മാവിന് ജീവൻ നഷ്ടപ്പെട്ടില്ല, ആത്മാവിന് ശക്തി നഷ്ടപ്പെട്ടില്ല, ആത്മാവിന് ഒരു കഴിവ് നഷ്ടപ്പെട്ടില്ല. ഓർത്തിരിക്കണമേ, ശരീരത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. ആ ശരീരം പിന്നീട് ചീഞ്ഞളിഞ്ഞ് അത് മണ്ണോട് മണ്ണായി, പുഴുക്കൾ ധരിച്ച് മണ്ണോട് മണ്ണായിട്ട് മാറും. എന്നാൽ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. കാരണം ദൈവത്തിൽ നിന്ന് വന്നതാണ്. തിരിച്ച് ദൈവത്തിലേക്ക് ചെന്ന് ചേരുവോളം ഈ ആത്മാവ് വലിയ പാപത്തിലാണ് മരിച്ചു പോയതെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പീഡയുടെ അവസ്ഥ എന്ന് പറയുക. അവൻ പാപത്തിൽ ജീവിച്ചുകൊണ്ടാണ് മരിച്ചതെങ്കിൽ അവൻ ചെയ്തു പോയ പാപത്തിന് പരിഹാരം ചെയ്യുവോളം, അവൻ ശുദ്ധീകരിക്കപ്പെടുവോളം അവൻ രക്ഷപ്പെട്ട് കയറി പോകില്ല. അവൻ വലിയ പീഡ സഹിക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. ഈ ധനവാൻ നരകത്തിൽ കിടന്നുകൊണ്ട് അവൻ വിളിച്ചു പറയാണ്, അവൻ്റെ ആത്മാവ് അവർക്ക് വേദന അനുഭവിക്കുകയാണ്, അഗ്നിയിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം. അപ്പോൾ അബ്രാഹാം മറുപടി പറയുകയാണ് 25-ാമത്തെ വചനത്തിൽ. അബ്രാഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അബ്രാഹാം വളരെ വിശദമായിട്ട് മറുപടി കൊടുക്കുകയാണ്. എന്താണ് അബ്രാഹാം പറഞ്ഞത്? ഇത് നമുക്കുള്ള മറുപടിയാണത്. നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യവും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുക. ദൈവം ലാസറോട് കരുണ കാണിച്ചു. കാരണം അവൻ്റെ ജീവിതം മുഴുവൻ കഷ്ടപ്പാടും ദുരിതവുമായിരുന്നു. അവൻ ഒത്തിരി സഹിച്ചു. അപ്പോൾ അവൻ്റെ ആ സഹനങ്ങൾ അവൻ്റെ വിശുദ്ധീകരണത്തിന് കാരണമായിട്ട് മാറി. അതുകൊണ്ട് അവനിപ്പോൾ അബ്രാഹത്തിൻ്റെ മടിയിൽ അവൻ സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. എന്നാൽ നീയോ അവിടെ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. എന്നു മാത്രമല്ല, നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ഒരു ഗർത്തമുണ്ട്, ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കത്തില്ല. അബ്രാഹാം ഒരു വലിയ നിസ്സഹാവസ്ഥ പറയുകയാണ്. അബ്രാഹത്തിൻ്റെ മടിയെന്ന ആ അവസ്ഥയ്ക്കും നരകത്തിനും ഇടയിൽ വലിയ ഗർത്തമാണ്, വലിയ വിടവാണ്, ഒരു വലിയ ഗൾഫ്, വലിയൊരു ഗർത്തമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ അവിടെ യാതൊരു സംവിധാനങ്ങളുമില്ല. അവിടെ കടക്കാനൊരു പാലമില്ല, വലിയ ഗർത്തമാണത്. അതുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ കടക്കാൻ ആർക്കും പറ്റില്ല. ഇവിടെ നിന്ന് നിൻ്റെ അടുത്തലോ നിന്നെ സഹായിക്കാനോ നിൻ്റെ അടുക്കൽ നിന്ന് നിനക്ക് ഇങ്ങോട്ട് വരാനായിട്ടോ സാധ്യമല്ല എന്നാണ് അബ്രാഹാം പറഞ്ഞത്.
അപ്പോൾ എന്താണ് ഈ ഗർത്തം എന്ന് പറയുന്നത്? അബ്രാഹത്തിനെ സഹായിക്കാൻ പറ്റാത്ത ഗർത്തം എന്താ? ഈ ഒരു വചനത്തെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കണമേ. അനേകം ആളുകളും ഈ വചനം പറഞ്ഞുകൊണ്ട് പറയും, അബ്രാഹാം പറഞ്ഞു ഗർത്തമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റില്ല, അതുകൊണ്ട് നരകത്തിൽ പോയതിന് രക്ഷയില്ല എന്നുള്ള ഒരു പഠനമോ വാഗ്വാദങ്ങളൊക്കെ ഇതിന് പേരിൽ ഉണ്ടാകുന്നുണ്ട്. വാസ്തവത്തിൽ ഞാൻ തിരിച്ചു വരും, പറയാം എന്താണ് ഈ ഗർത്തം, അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത വചനം ശ്രദ്ധിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കണ്ടോ, അടുത്തത് ധനവാന്റെ അപേക്ഷ ഇപ്രകാരമാണ്: ലാസറിനെ തൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണം. എന്തിനു വേണ്ടിയാണ്? എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. ഇതാണ് ധനവാന്റെ അപേക്ഷ. തനിക്ക് 5 സഹോദരന്മാരുണ്ട്. ഈ 5 സഹോദരന്മാർ ഈ സ്ഥലത്ത് വരരുത്, കാരണം ഇവിടെ വന്ന് ഇത് പീഡിപ്പിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഒരു കാര്യം ഓർക്കണമേ, വ്യക്തമായിട്ട് അവന് ഓർമ്മയുണ്ട്, ഓർമ്മശക്തിയുണ്ട്. തൻ്റെ കുടുംബത്തെക്കുറിച്ച്, തൻ്റെ സഹോദരന്മാരെക്കുറിച്ച് വളരെ ഓർമ്മശക്തിയുണ്ട്. അവൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പോൾ അബ്രാഹാം അവരോട് പറയുകയാണ്, 29 വചനം. അബ്രാഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. അവർക്ക് യേശുക്രിസ്തു ഉണ്ട്, അവർക്ക് ബൈബിളുണ്ട് എന്നല്ല അബ്രാഹാം പറഞ്ഞു, മറിച്ച് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചോ രക്ഷയെക്കുറിച്ചോ ഉള്ള ഒരു വെളിപ്പെടുത്തലൊന്നും അവിടെ അബ്രാഹാം പറയുന്നില്ല, മറിച്ച് മോശയെക്കുറിച്ച് പറയുന്നു, പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അവരെ വിശ്വസിക്കുക, അവരുടെ വാക്ക് കേൾക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ധനവാൻ പിന്നെയും പറയുകയാണ് 30-ാമത്തെ വചനത്തിൽ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹാമേ, അങ്ങനെയല്ല, മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. ഓ, നോക്കണമേ, അവൻ്റെ ദാഹം എത്ര വലുതാണ്, രക്ഷപ്പെടാനുള്ള അവൻ്റെ തീവ്ര അഭിലാഷമാണത്. പിതാവായ അബ്രാഹാമേ, അങ്ങനെയല്ല, ഒരു മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. അപ്പോൾ അബ്രാഹാം അവരോട് പറയുകയാണ്, അബ്രാഹാം അവരോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരു ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. ആമേൻ. അബ്രാഹത്തിൻ്റെ മറുപടി അതാണ്. മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ അനുസരിക്കുന്നില്ലെങ്കിൽ, കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. മരിച്ച ദൂരം ചെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. മരിച്ചവനെ കണ്ടുവെന്ന് പറഞ്ഞവൻ തന്നെയും പ്രശ്നക്കാരനായി മാറുകയാണ് അവിടെ. അവന് മനുഷ്യരോഗമായി ചിത്രീകരിക്കപ്പെടും. ആ രീതിയിൽ അത് വലിയൊരു ഇത് കടന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ഈ മരിച്ചുപോയവൻ്റെ ആത്മാവ്, ധനവാന്റെ ആത്മാവ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുന്നവനാണ്. അടുക്കും ചിട്ടയോടും കൂടി വ്യക്തമായിട്ട് വാദിക്കാൻ അവന് കഴിവുണ്ട്. അവൻ ശരീരത്തിലായിരുന്നപ്പോൾ അവൻ എന്തായിരുന്നുവോ അതുപോലെ തന്നെ ആത്മാവിൽ അവനെക്കൊണ്ട് സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണമേ, ഈശോ പറഞ്ഞ വചനം ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഇന്ന് ശരീരത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യ, നിൻ്റെ ആസക്തികളും നിൻ്റെ മദ്യാസക്തിയും നിൻ്റെ വ്യഭിചാരാസക്തിയും നിൻ്റെ ജഡമോഹങ്ങളും നശിപ്പിക്കുന്നത് നിൻ്റെ ആത്മാവിനെയാണ്. നരകാഗ്നിയിലേക്ക് എറിയപ്പെടാൻ വേണ്ടി നീ വഴി വെക്കുന്നത് നിൻ്റെ ആത്മാവിനാണ്. നീ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളും പാപങ്ങൾക്കും വില കൊടുക്കേണ്ടി വരുന്നത് നീ തന്നെയാണ്. നിൻ്റെ ആത്മാവാണ്. ശരീരം മണ്ണിലേക്ക് പോകുന്നു, എന്നാൽ ആത്മാവ് മരിക്കുന്നില്ല, നശിക്കുന്നില്ല. ഒരുവൻ ചെയ്തു പോയ സകല പാപപ്രവൃത്തികളും അവൻ്റെ നന്മയും തിന്മയും എല്ലാം അവനിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് അവൻ്റെ ആത്മീയ ഹൃദയത്തിലാണ്. ആത്മാവിൻ്റെ ഭാഗമായ ഹൃദയമുണ്ട്. ശരീരത്തിൻ്റെ ഹൃദയം അത് മണ്ണോട് മണ്ണായി പോകും. എന്നാൽ ഒരുവൻ്റെ ആത്മാവിന് ഹൃദയമുണ്ട്. ഈ ആത്മീയ ഹൃദയത്തിലാണ് അവൻ ചെയ്ത നന്മയും തിന്മയുമായി എല്ലാം ശേഖരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും അതിക്രമങ്ങളും ഈ ആത്മീയ ഹൃദയത്തിൽ ശേഖരിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഈ ഹൃദയത്തിൽ കിടക്കുന്ന സകല തിന്മകളും അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് വരെ അവൻ സഹിക്കേണ്ടി വരികയാണ്. അതാണ് അവൻ്റെ ശുദ്ധീകരണം എന്ന് പറയുക. അവൻ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടണം. അഗ്നിയിലാണ് ശുദ്ധീകരിക്കപ്പെടുക. അത് നരകാഗ്നിയിൽ തന്നെയാണ്. കത്തോലിക്കാ പഠിപ്പിക്കുന്ന ശുദ്ധീകരണ സ്ഥലം അങ്ങനെ മറ്റൊരു സ്ഥലമില്ല. അത് നരകാഗ്നിയുടെ ഭാഗമാണത്.
ആ നരകത്തിൻ്റെ ഒരു ഭാഗത്ത് മനുഷ്യൻ്റെ ലഘുവായ പാപങ്ങൾക്ക് ഏറ്റവും ലഘുവായ പാപം ചെയ്തവനാണ് ശുദ്ധീകരണ സ്ഥലം എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ മാരകപാപം ചെയ്തവനോ മദ്യപാനം, വ്യഭിചാരം, മോഷണം, കൊലപാതകം, പരദൂഷണം, അനേക കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് ഗലാത്യ ലേഖനം 5:26 മുതൽ പഠിപ്പിക്കുന്നുണ്ട്, 5:16 പഠിപ്പിക്കുന്നുണ്ട്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മദ്യപാനം, മധുരോത്സവം, ഈദൃശമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർ ഒരിക്കലും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. അവർ ദൈവരാജ്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ പുറത്താണ്, ശിക്ഷിക്കപ്പെട്ടവരാണ്. ഇന്ന് മദ്യപാനവും വ്യഭിചാരവും സ്വർഗഭോഗവും പ്രതികാരവും വിദ്വേഷവും വെറുപ്പും കൊലപാതകവുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ ഇപ്പോൾ തന്നെ അവർ ജീവിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ പുറത്താണ്. അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അവർ പ്രവേശിച്ചെങ്കിലും അതിനൊന്നും പ്രാപിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അവർ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ദൈവരാജ്യത്തിൽ പ്രവേശിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ രാജ്യത്ത് വിശ്വസ്തയോടെ ജീവിക്കേണ്ട മനുഷ്യൻ അവൻ്റെ അവിശ്വസ്തയും പാവവും മൂലം അവൻ അതികഠിനമായി അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെടും നരകാഗ്നിയിൽ. അത് ശുദ്ധീകരണത്തിലെ തീയല്ല അവനെ ശുദ്ധീകരിക്കുന്നത്, നരകത്തിലെ തീയായിരിക്കും. നാം മനസ്സിലാക്കണം. ഏറ്റവും ലഘുവായ പാപം, കാരണം ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു വിശ്വാസിക്ക് സ്വർഗരാജ്യം അവൻ്റെ അവകാശമായതുകൊണ്ട് അവൻ ആ ലഘുവായ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടണം. അതൊരു ന്യായവും നീതിയുമുള്ള കാര്യമാണ്. ശുദ്ധീകരിക്കപ്പെടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു ശുദ്ധീകരണം ലഘുവായ പാപങ്ങളിൽപ്പെട്ടവനുണ്ട്. ലഘുവായ പാപങ്ങളിൽപ്പെട്ടവന് അത് നരകത്തിൻ്റെ തന്നെ ഭാഗമായ ഏറ്റവും ലഘുവായ ഒരു ശുദ്ധീകരണം, ആ നരകത്തിൻ്റെ ശുദ്ധീകരണം ലഭിക്കുകയാണ്. എന്നാൽ ഒരു ക്രൈസ്തവൻ, ഒരു കത്തോലിക്കൻ, ഒരു ക്രൈസ്തവൻ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചവൻ അവൻ ദൈവത്തിൻ്റെ നിയമപ്രകാരം ജീവിക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കെതിരായി പാപത്തിൽ ജീവിച്ച് മരിക്കുന്നെങ്കിൽ അവൻ ചെന്നുപെടുന്ന നരകാഗ്നിയിലാണ്. ഒരു പക്ഷേ ചില ആൾക്കാർ ചിന്തിക്കും, മരിക്കാറായപ്പോൾ ആൾ കുമ്പസാരിച്ചു, അയാൾ പാവം ഏറ്റു പറഞ്ഞു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ല പ്രിയപ്പെട്ടവരെ, അവൻ രക്ഷപ്പെടാനുള്ള വഴി തുറക്കപ്പെട്ടു. അത്രമാത്രം രക്ഷപ്പെടാനുള്ള വഴി അവന് തുറന്നു കിട്ടി. അവൻ എന്നേക്കുമായി ശത്രുവിൻ്റെ സാത്താനെ പിടിയിൽ പെട്ടുപോകാതിരിക്കാൻ ഒരു രക്ഷയുടെ വഴി അവന് തുറന്നു കിട്ടി. അവൻ അനുദപിക്കാൻ തയ്യാറായപ്പോൾ, അവൻ കുമ്പസാരിക്കാൻ തയ്യാറായപ്പോൾ അവന് പാപത്തിന് ക്ഷമ കിട്ടുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്തു, ജീവിച്ച കാലത്ത് ഒത്തിരിയേറെ വ്യഭിചാരം ചെയ്ത് ജീവിച്ചെന്ന് വിചാരിക്കുക. ഇവൻ ഒരു താൻ വ്യഭിചരിച്ചത്, പാപം ചെയ്തത് പല യുവതികളുമായിട്ട് വിചാരിക്കുക. അവരുടെ ജീവിതം നശിപ്പിച്ച് അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ കണ്ണീര് കുടിപ്പിച്ച്, ഒരുപക്ഷെ പണത്തിന് വേണ്ടി അവർ തങ്ങളെ തന്നെ വിറ്റവരായിരിക്കാം, അതല്ല അവർ നിർബന്ധിക്കപ്പെട്ടവരായിരിക്കാം. അവരുടെ കണ്ണീരും നിലവിളിക്കും ആര് ഉത്തരം കൊടുക്കും? അതല്ല ഒരുപക്ഷെ ഈ മനുഷ്യൻ വ്യഭിചാരം ചെയ്തത് മറ്റൊരുവിൻ്റെ ഭാര്യയുമായിട്ടാണെന്ന് വിചാരിക്കുക. ആ സ്ത്രീ നിർബന്ധിതയായി ഈ പാപം ചെയ്യുവാനായിട്ടെന്ന് വിചാരിക്കുക. സാഹചര്യം കൊണ്ടോ അല്ല നിർബന്ധത്താലോ അവൾ വീണുപോയി, പാപം ചെയ്തു പോയി. ആ സ്ത്രീയുടെ നിലവിളിയും കണ്ണുനീരും, അവളുടെ കുടുംബം, അവളുടെ മക്കൾ, അവർക്ക് വേണ്ടിയുള്ള വലിയ അവളുടെ നിലവിളിയും കണ്ണുനീരിനും ആര് സമാധാനം പറയും? ആര് കണക്ക് കൊടുക്കും? ഒരു മനുഷ്യൻ ഒരാളെ കൊന്നു, അവൻ കുമ്പസാരിച്ചു, അവൻ പാവമേറ്റു പറഞ്ഞ് കുമ്പസാരിച്ചു, അവൻ മരിച്ചു. ഈ കൊലപാതകിയായ മനുഷ്യൻ ഇവൻ ചെയ്ത പ്രവൃത്തി, ഇവൻ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അവൻ്റെ ആത്മാവ് രക്ഷപ്പെട്ടുവെന്നാണ് മനുഷ്യൻ ധരിച്ചു വയ്ക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ്, ഇവൻ കൊന്നുകളഞ്ഞവൻ്റെ രക്തം ഒന്ന് നിലവിളിക്കും. കായേൻ കൊന്നുകളഞ്ഞ ആബേൽ രക്തം നിലവിളിക്കുന്നു. അത് നിലവിളിച്ചുകൊണ്ടേയിരിക്കും. ആ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കും. ആബേൽ മുതൽ ബറാക്കിന്റെ പുത്രനായ സക്കറിയായുടെ നിലവിളിക്കുന്ന രക്തത്തെക്കുറിച്ച് വരെ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന രക്തമുണ്ട്. അപ്പോൾ ഈ ഒരുവൻ കൊലപാതകത്തിലൂടെ ഒരാളെ കൊന്നുകഴിഞ്ഞപ്പോൾ വധിക്കപ്പെട്ടവൻ്റെ നിലവിളി, അവൻ്റെ മാതാപിതാക്കളുടെ നിലവിളി, അവൻ്റെ ഭാര്യയുടെ നിലവിളി, അവൻ്റെ മക്കളുടെ നിലവിളി, ഇതൊക്കെ നിസ്സാരമാണോ? ഇതൊക്കെ ദൈവത്തിന് ഉയർന്നുകൊണ്ടിരിക്കുകയല്ലേ? ഈ കൊലപാതകം നടത്തിയവൻ കുമ്പസാരിച്ചു. നിങ്ങൾ പറയും
അവൻ കുമ്പസാരിച്ചു. അതുകൊണ്ട് അവന് പാവം ക്ഷമിക്കട്ടെ, അവൻ സ്വർഗ്ഗത്തിൽ പോയി. ഇനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എത്രയോ തെറ്റായ പഠനങ്ങളാണിതൊക്കെ. നാം അറിഞ്ഞിരിക്കണം. ഇതിനെല്ലാം എണ്ണി എണ്ണി അവൻ കണക്ക് പറഞ്ഞേ പറ്റൂ. അവൻ്റെ ആത്മാവ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നില്ല. അവനെ ചെയ്തുപോയ ആ പാപത്തിൻ്റെ പരിഹാരം കൊടുത്ത് ചെയ്തേ പറ്റൂ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് പാപം ഏറ്റുപറയാനുള്ള കൃപ, അതിലൂടെ പാപം ക്ഷമിക്കപ്പെടുന്നു. അങ്ങനെ പാപം ക്ഷമിക്കപ്പെട്ട ക്രൈസ്തവന് വിശ്വാസി ജീവിതകാലം മുഴുവൻ അവൻ പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കണം. അവനാണ് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. എന്നാൽ യേശുവിനെ അറിഞ്ഞു, പാപം ചെയ്തു, എന്നിട്ട് പാപം ഏറ്റു പറഞ്ഞു. പക്ഷെ അവൻ ചെയ്തു കൂട്ടി അതിക്രമങ്ങളുണ്ട്. അന്യൻ്റെ സമ്പത്ത് മോഷ്ടിച്ചെടുത്തുകൊണ്ട് വന്നു. 1,00,000 രൂപ 10,000 രൂപ മോഷ്ടിച്ചെടുത്തു. എന്നിട്ട് കുമ്പസാരത്തെ ഏറ്റു പറഞ്ഞു, ഞാൻ അവൻ്റെ പണം മോഷ്ടിച്ചിട്ടുണ്ട്. പാവമോചനം കിട്ടി. കാരണം കുമ്പസാരം എന്ന കുദാശ, പാവം മോചിക്കുന്ന കുദാശയാണ്. പാവമോചനം കിട്ടി. ആരുടെ പണം മോഷ്ടിക്കപ്പെട്ടുവോ അവന് വളരെ അത്യാവശ്യമായിട്ട് അവന് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി, ഒരു മരുന്ന് മേടിക്കാൻ വേണ്ടി വെച്ച പണമായിരുന്നിരിക്കാം. ആ സമയത്ത് ലഭിക്കാതെ വന്ന് അവൻ്റെ അപ്പൻ മരിച്ചു. ഈ 10,000 രൂപ പണത്തിൻ്റെ ഉടമസ്ഥൻ്റെ അപ്പൻ മരിച്ചു എന്ന് വിചാരിക്കുക. അതിന് ആര് കണക്ക് പറയും, സമാധാനം പറയും? അപ്പോൾ നമ്മളൊരിക്കലും ആരെയും ന്യായീകരിക്കരുത്. മരിച്ചവൻ ജീവിതകാലം ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തേ പറ്റൂ. പരിഹാരം ചെയ്യാതെ അവനൊരിക്കലും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ അളവനുസരിച്ചാണ് അവൻ പീഡിപ്പിക്കപ്പെടുന്നത്. ഞാൻ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു, ധനവാൻ ഒരു പാവവും ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല, എന്നിട്ട് പോലും അവൻ പീഡിപ്പിക്കപ്പെട്ടു നരകാഗ്നിയിൽ. പ്രിയമുള്ളവരെ, ഈ ധനവാനും ലാസറും ഈ തലമുറയിൽ ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിത അവസ്ഥയാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞവൻ, പ്രത്യേകിച്ചും നരകത്തിൽ പോയവൻ, അവൻ്റെ അവസ്ഥ എന്ത് എന്ന് വളരെ വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ശരീരത്തിൽ മരിച്ചിട്ടില്ലാത്ത, ആത്മാവിൽ ജീവിച്ചിരിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ബന്ധനസ്ഥരായ ആത്മാക്കളോട് കരുണ കാണിക്കാൻ, അവരുടെ ദാഹം ശമിപ്പിക്കാൻ, ഒരിറ്റു വെള്ളം അവർക്ക് കൊടുക്കാൻ ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് സാധിക്കണം. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലൂടെ, നഷ്ടപ്പെട്ടവരെ ഓർത്തുള്ള പ്രാർത്ഥന നാം അറിയണം. ഒരുപക്ഷേ ബാഹ്യമായ രീതിയിൽ പാവങ്ങളൊന്നും കാണപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആരെയും വിധിക്കാൻ പറ്റില്ല. കാരണം ദൈവമാണ് വിധിക്കുന്നത്. ഒരു വ്യക്തിയുടെ രഹസ്യ ജീവിതത്തിൽ എന്തെല്ലാം പാപം ചെയ്ത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളൊരിക്കലും ആരെക്കുറിച്ചും അവൻ വിശുദ്ധനായിരുന്നു പറയരുത്. മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വിശുദ്ധനാണ്, ഇനി അവനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പഠിപ്പിക്കുന്നത് വളരെ തെറ്റാണ്. ഒരുവൻ വിശുദ്ധനാണോ അശുദ്ധനാണോ നിശ്ചയിക്കുന്ന ദൈവമായ കർത്താവാണ്. വിധി കർത്താവിൻ്റെതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സകല മരിച്ചവരോടും കരുണ കാണിക്കട്ടെ. ആത്മാവിൽ മരിച്ചിട്ടില്ലാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഓരോ ആത്മാക്കളോടും കർത്താവെ അവിടുന്ന് കരുണ കാണിക്കണമേ. യേശുക്രിസ്തു കുരിശിൽ മരിച്ച് തൻ്റെ ആത്മാവിൽ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ബന്ധനസ്ഥ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചുവെങ്കിൽ അന്ന് തുറക്കപ്പെട്ട നരകത്തെ, അവിടെ കിടക്കുന്ന ആത്മാക്കളെ, ഫാത്തിമയിൽ പരിശുദ്ധ കന്യാമറിയം ആ 3 കുഞ്ഞിൽ കാണിച്ചു കൊടുത്ത നരകത്തിലെ കെടാത്ത തീയിലെ ആത്മാക്കളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുപോലോ, അവരെ രക്ഷിക്കുവാൻ പ്രാർത്ഥിക്കുക എന്നുള്ള പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആഹ്വാനം. അതാണ് സത്യം. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ദൂതാണത്. നരകത്തിൽ കിടക്കുന്ന ആത്മാക്കളെ അവരുടെ വീട് കാണിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധ മറിയം പറഞ്ഞു, പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ, അവരെ രക്ഷിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവിൻ. അതെ, ജപമാല പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ജപമാല വഴി നമ്മുടെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അവർക്ക് ആശ്വാസം ലഭിക്കും. അന്ന് പരിശുദ്ധ മറിയം പറഞ്ഞു, പരിശുദ്ധ മാതാവ് കാണിച്ചു കൊടുത്തത് ശുദ്ധീകര ആത്മാക്കളെയല്ല, സാക്ഷാൽ നരകത്തിൽ കിടക്കുന്ന ആത്മാക്കളെയാണ്. അവർക്ക് രക്ഷയുണ്ടെന്നാണ് പരിശുദ്ധ മറിയം പഠിപ്പിച്ചത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധമേ ആവശ്യപ്പെട്ടത്. ഇതിന് മാതാവ് പറഞ്ഞ വാക്കുണ്ട്, ആത്മാക്കൾ രക്ഷപ്പെട്ടാൽ യുദ്ധം അവസാനിക്കും.
യുദ്ധം അവസാനിച്ച ലോകത്തിൽ സമാധാനമുണ്ടാകും. എന്തുകൊണ്ടാണത് പറഞ്ഞത്? ആത്മാക്കൾ രക്ഷപ്പെട്ടാൽ യുദ്ധം അവസാനിക്കും. ഏത് ആത്മാക്കൾ രക്ഷപ്പെട്ടാലാണ്? ഈ നരകത്തിൽ കിടക്കുന്ന ആത്മാക്കൾ രക്ഷപ്പെട്ടാൽ യുദ്ധം അവസാനിക്കും. അത് ലോകത്തിലെ പാപികളെ കുറിച്ചല്ല പറഞ്ഞത്. ഈ ലോകത്തിലെ പാപികൾ മനഃശാന്തരപ്പെട്ടാൽ യുദ്ധം അവസാനിക്കും നല്ല പരിശുദ്ധ മറിയം പറഞ്ഞു. മറിച്ച് നരകത്തിൽ കിടക്കുന്ന ആത്മാക്കളെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ. അവരെ രക്ഷിക്കുവാൻ എൻ്റെ മൗനഹൃദയഭക്തി ലോകത്തെ സ്ഥാപിക്കുവാൻ പിതാവ് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ ആത്മാക്കൾ രക്ഷപ്പെട്ടാൽ യുദ്ധം അവസാനിക്കും. വളരെ വ്യക്തമാണ് വിശുദ്ധ കന്യാമറിയം നൽകിയ ആ ദൗത്യം. എന്നാലത് ദൗർഭാഗ്യവശാൽ അത് തള്ളിക്കളഞ്ഞുകൊണ്ട്, അത് മനുഷ്യൻ വിസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ മറിയം നൽകിയ ആഹ്വാനം അവൻ തള്ളിപ്പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ലോകം വലിയ നാശത്തിൽ കിടക്കുകയാണ്. ഇന്ന് ദേശമെല്ലാം വ്യാപരിച്ചിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരി, ലോകമെല്ലാം ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഉക്രൈൻ റഷ്യ യുദ്ധം, ഇതെല്ലാം ഈ മേഖലയിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയതിനുള്ള സംഭവിച്ച കാര്യങ്ങളാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടും ഉക്രൈൻ യുദ്ധം എത്രയോ ഭീകരത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ മനുഷ്യരാണ് നശിപ്പിക്കപ്പെടുന്നത്, അവിടെ തകർക്കപ്പെടുന്നത്. കർത്താവ് പറഞ്ഞു, പക്ഷെ നമ്മ പറഞ്ഞു, മരിച്ചവർ ആത്മാക്കൾ രക്ഷപ്പെട്ടാൽ യുദ്ധം അവസാനിക്കും. നിന്റെ കുടുംബത്തിൽ കുടുംബസമാധാനമില്ലാത്ത കുടുംബ കലഹങ്ങൾ, ഭാര്യയും ഭർത്താവുമായുള്ള കലഹങ്ങൾ, മക്കളുമായുള്ള കലഹങ്ങൾ ഓർത്തുകൊള്ളുക. ആത്മാക്കൾ രക്ഷപ്പെട്ടാൽ അവിടെ യുദ്ധം അവസാനിക്കും, സമാധാനമുണ്ടാകും. നിന്റെ തലമുറ രക്ഷപ്പെടണം. ഈ രക്ഷപ്പെടാത്ത ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്, അവർ ശത്രുവിന് സാത്താന് അടിമകളായതുകൊണ്ട് അവർക്ക് എന്തും ഉണ്ടാക്കാൻ സാധിക്കും, എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കും. അവരുടെ സാന്നിധ്യമാണ് നിന്റെ കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നത്. കലഹത്തിൻ്റെ ഉറവിടം അവരാണ്. ആത്മാക്കൾ രക്ഷപ്പെടണം, യുദ്ധം അവസാനിക്കും. കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അടുത്ത ഭാഗം, അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ അടുത്ത ഭാഗമുണ്ട്. നിങ്ങളതും കേൾക്കണം. മരിച്ചവരുടെ രക്ഷയെക്കുറിച്ച്, എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും ഇവരെയൊക്കെ, എന്താണ് നരകം, എന്താണ് നിത്യനരകം, അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ഞങ്ങളോട് പങ്കുവയ്ക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ അയച്ച്, വചനത്തെ അയച്ച് നിങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം തന്ന് ഈ സത്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കൃപ നൽകുമാറാകട്ടെ. വിശുദ്ധമായി ജീവിച്ച്, വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച്, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തടവുകാരെ മോചിപ്പിക്കാനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് തരുമാറാകട്ടെ. നിൻ്റെ കുടുംബത്തിലെ യുദ്ധങ്ങൾ അവസാനിക്കട്ടെ. നിരന്തരമായ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട്, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അവരെ കർത്താവിന് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിലെ യുദ്ധം അവസാനിക്കും, സമാധാനം അവിടെ ഉണ്ടാകും. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് വിശ്വസിച്ചു കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപ എല്ലാവരും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്ത എപ്പിസോഡ് കേൾക്കാൻ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്.